സിസ്റ്റമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് GTA 5 നമ്മളൊന്നൊരു മിഷൻ കളിക്കാൻ പോവാണ്. ദ വ്രാപ്പ് അപ്പ് എന്ന് പറഞ്ഞൊരു മിഷനാണ് ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മിഷൻ കളിക്കുന്ന സമയത്ത് ഇത്തിരി പണിയൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളിലേക്ക് ആക്കിയിട്ടാണ് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ആൻഡ് 1K ആയിക്കാണ് നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ്. അപ്പം മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോറാണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആകെ 78 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. കുറേ നാളായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം പ്ലീസ് ചാനൽ ജസ്റ്റ് ഒരു ബട്ടൺ അങ്ങ് നെക്കിയ പോലെ എല്ലാവരും കൊണ്ട് സബ് അടിച്ച് പൊളിച്ചു ഗൈസ്. കാണുന്ന പോലെ തന്നെ ഇപ്പോൾ 300 പേരുണ്ടാവും, 300 പേരും സബ് അടിച്ച് പൊളിച്ചോ. അപ്പോൾ നമുക്ക് നേരെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഡേവിനെ കാണാനായിട്ട് വന്നേക്കണേ. നമ്മളിവിടെ വണ്ടി വളച്ച് നിർത്തിയിട്ട് മൈക്കിൾ സൈഡിലായിട്ട് എഴുതി കാണിക്കേണ്ടത് ദ വ്രാപ്പ് അപ്പ് എന്ന് മിഷൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. ഓക്കെ, ഇതാണ്ട ബിൽഡിങ്. ഓക്കെ, കയറി. ഓ, ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കയറിയിട്ടുണ്ട്. സെറ്റാണ്. എന്തെങ്കിലും പണിയുള്ള മിഷനായിരിക്കും. ഓ ഗൈസ്, ഈ ബിൽഡിങ്ങിന് അങ്ങനെ ഉള്ളിലൊന്നുമില്ല ടൈസ്. ഒരു പ്രത്യേകം ഒരു വട്ടം ഒരു സ്ഥലം, ഒരു വേറെ ലെവലിൽ സ്ഥലം ഗൈസ്. പിന്നെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവൂല ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഡേവിയുടെ അടുത്ത് പോകണം. മീറ്റ് ചെയ്ത ഡേവിന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഗൈസ് താഴെ. ഓക്കെ ഗൈസ്, എന്തിനാണ് ഡേവ് മോൻ എന്തിനാണ് ഡേവ് മോൻ? ഓ, ഡേവി അങ്ങ് അറ്റത്തിൽ കണ്ട് ഞാൻ കണ്ടു. എടാ, നീ ഇതിൻ്റെ ആർബി നിൽക്കണേ. ഇവ നിൻ്റെ ഹൈഡ് ചെയ്യണേ ഗൈസ്. എനിക്കറിയില്ല കേട്ടാ. ഓ, ഡേവിയുടെ പത്രമൊക്കെ വായിച്ചോടാ ചില്ലായിട്ട് ഞാൻ നിൽക്കണ്ടി. ഡേവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങ് ചെത്തിക്കണ്ട്. ഡേവ് മോൻ. ഓക്കെ, ഇവിടെ പത്രം വായിച്ചിരിക്കണോ അച്ഛൻ? ഓക്കെ, ഡേവി നല്ലവനാണ് ഡേയ്സ്. നമ്മൾ ഡേവി നന്നായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യും നമ്മളാ. പക്ഷേ സ്റ്റീവ് ഭയങ്കര പണി നമുക്ക് നമ്മൾ വിളിക്കണേ. അവനിങ്ങനെ കൊല്ലണം നമ്മൾ. വെറുതെ ഒരു കാര്യമാണ്, എന്തായാലും കൊല്ലണം ഡേവിനെ. സോറി സ്റ്റീവിനെ എന്തായാലും നമ്മൾ കൊല്ലണം കഴിച്ച്. അവൻ വന്നു, സ്റ്റീവെന്ന് പറഞ്ഞുള്ളൂ. അവധികം വന്നേ. ഇവൻ ഭയങ്കര ശല്യം കഴിച്ച് നമുക്ക് തന്നോടിക്കണം. ഇവരെങ്ങനെയും തീർക്കണം. അവൻ ഡേവിയുടെ അടുത്ത് ചൂടാവാണ്ട. ഡേവി നല്ലവനാണ്. ഡേവി പാവമാണ്. ഡേവി നമ്മളെ സഹായിക്കുകയും ചെയ്യും. എടേ, മൈക്കിളിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു സ്റ്റീവ്. അതെന്ത് പരിപാടി? എല്ലാ പണിയും ചെയ്ത് കൊടുത്തപ്പോൾ ചെയ്യും. അവസാനം പറയാണ് ഊ ഗൈസ് ഗണ്ണ് ചൂണ്ടി രണ്ടുപേരും. ഷൂട്ട് എടുക്കാൻ എനിക്കറിയില്ല കേട്ടോ, വെടിയൊക്കെ എനിക്കറിയില്ല. എടാ, എന്ത് പരിപാടി കാണിച്ച്? ഓ ഗൈസ്, ഡേവി നമ്മളിവിടെ നിൽക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ഡേവി വെറും പാവമാണ്. സ്റ്റീവിൻ്റെ ഫയർ ഇടിച്ചിട്ട് ഞാൻ സ്റ്റീവിനെ രക്ഷിച്ചാണ് നമ്മൾ. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ്റെ ആവശ്യം നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണ്. അടിപൊളി. നടക്കില്ല വച്ചാനേ. ഇത് ഞാൻ സമ്മതിക്കില്ല. നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ്. അവൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ നമ്മളങ്ങ് അറസ്റ്റ് ചെയ്യുക. അതാണ് അവൻ്റെ പണി. എന്തേ ഡേവി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഡേവി പാവമാണ്. ഓക്കെ, ഓ ഇതാരാ വന്നേ? ഓ മൈ ഗോഡ് ഗൈസ്, 7 ആൾക്കാർ F5 എതിർ ടീം. ഓ ഗൈസ്, F5 ഓ ഗൈസ്, സ്റ്റീവിനെ ഇവൻ ചതിച്ചു. സ്റ്റീവിൻ്റെ അസിസ്റ്റൻറ്റ് സ്റ്റീവിനെ ചതിച്ചു. F5 ആൾക്കാർ ആൾക്കാരൊക്കെ വന്നിട്ട് ഡീസ് കണ്ടിത്. ആ പോലീസുകാർ F5 ആണ്. ഓക്കെ, സ്റ്റീവിൻ്റെ അസിസ്റ്റൻ്റ് എന്തോ ചതിച്ചിട്ട് സ്റ്റീവിനെ. നല്ല കാര്യം. അഡ്ഡകൊമ്മളെ. ഇതാരാ ആളിയ? മേരി വെതറും കൂടി വന്നു. F5 മേരി വെതർ. ഓ, സ്റ്റീവിൻ്റെ മുട്ടുകാലിലേക്ക് F5 വെടിയിച്ചു. ഓ, സ്റ്റീവിൻ്റെ അസിസ്റ്റൻറ്റിനെ സ്റ്റീവ് കൊന്നു. എന്താണ് സംഭവിച്ചേ? ഗണ്ണ് മാറ്റിക്കേ. F5 മറ്റേ എല്ലാവരും വന്നിട്ടുണ്ട്. മേരി വെതറും F5 മനസ്സിലായെന്ന് തോന്നുന്നു. മറ്റേ ഈ സ്റ്റീവ് ഒരു ദുഷ്ടനാണ്. IAക്കാർക്കും അല്ലെങ്കിൽ അവനൊരു ദുഷ്ടനാണ്. അങ്ങനെ കൊല്ലണം നമുക്ക്. അങ്ങനെ എനിക്ക് ഹെൽത്തില്ല, ഞാൻ എല്ലാത്തിനും കൊല്ലട്ടെ ഡേയ്സ്. ഓക്കെ, നമ്മൾ നല്ല ഓടിങ്ങാടൊക്കെ എത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, മേരി വെതറിൻ്റെ ഹെലികോപ്റ്റർ. എടാ, മേരി വെതറിൻ്റെ ഹെലികോപ്റ്റർ ഒന്ന് പണിയൊളി. എടാ സ്നൈപ്പറുണ്ട് ട്രെവർ മച്ചാൻ. എടാ, മൈക്കിളിനെ ഹെൽപ്പ് ചെയ്യാണോ? ഓക്കെ, എനിക്കൊന്ന് മൈക്കിളിനെ ഹെൽപ്പ് ചെയ്യാണ്ട് ഡ്രൈവർ. എൻ്റെ അളിയാ ട്രെവർ മൈക്കിള് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? എനിക്കറിയാം. നമുക്ക് എന്തായാലും ഈ ഹെലികോപ്റ്ററുകളെ കൊല്ലാം. അയ്യോ, മൈക്കിൾ ഡെഡായി. എൻ്റെ അളിയ, അവനെ കൊല്ലണമായിരുന്നു. ഞാൻ എന്തായാലും അവനെ കൊല്ലട്ടെ ഡേയ്സ്. ഓക്കെ, നമുക്ക് എന്തായാലും അവനെ കൊല്ലാം.
ഞാൻ അതിൻ്റെ ഇടയിൽ ഇത്തിരി മിഷൻ ഫെയിൽഡ് ആയിട്ട് ഞാൻ റീട്രൈ ചെയ്തിട്ട് വന്നെ. ഓ ഗൈസ് സക്സസ്ഫുള്ളി കൊണ്ടു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് കൊണ്ടു ഗൈസ്. ഓക്കെ ഹെലികോപ്റ്റർ അവിടെ ചെന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ആളിയ ട്രെവർ മാസേസ് എൻ്റെ ട്രെവർ മാസം ഒന്നും പറയാനില്ല. ട്രെവർ പറയാണ് മൈക്കിളെ നിന്നെ കൊല്ലണ്ടെങ്കിൽ അത് ഞാനായിരിക്കും, വേറെ ആരും നിന്നെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ട്രെവർ മാസീസ്. ഓ സീൻ ട്രെവർ പറയാണ് മൈക്കിളെ നിന്നാരെയും കൊല്ലണമെങ്കിൽ അത് ഞാനായിരിക്കും, വേറെ ആരും നിന്നെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനായിരിക്കും നിന്നെ ഞാൻ തന്നെ നിന്നെ കൊല്ലുകയും ചെയ്യും. അങ്ങനെ മൈക്കിൾ ട്രെവർ പറഞ്ഞേ. ട്രെവർ മരണമാസീസ്. ഓക്കെ ഹെലികോപ്റ്റർ ഓർമ്മ വന്നിട്ട് ഇവിടെ വേറെ കൊല്ലട്ടെ ചാവട. അയ്യോ അവൻ ചത്തെന്ന് ഒന്ന് ഇല്ല ചാവടാ. ആ ചത്ത് നമ്മ അടുത്ത കളി. ഓക്കെ നോക്കുന്നാലും മൈക്കിളിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓ മൈ ഗോഡ് ഗൈസ് ഇവിടെ ഫുള്ള് വളഞ്ഞിരിക്കണം മൈക്കിളിന. എടാ പോയി കവറെടുക്ക് ഇല്ലെങ്കിൽ ഡെഡ് ആവും നീ മൈക്കിളേ. ചാവല്ലേ മച്ചാനെ. അയ്യോ കുറേ പേരുണ്ട് ടേസ്. 7 ആൾക്കാർ 2-3 പേരുണ്ടായുള്ളൂ. ബട്ട് FIBയുടെ കുറച്ചധികം പേരുണ്ട്. മേരിയോദറിന് കുറേ പേരുണ്ട് ടേസ്. ഞങ്ങൾക്കറിയാമല്ലോ മേരിയോദറിനോട് കുറേ പണി കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് മേരിയോദറിനുള്ള തീരാത്ത പകയുണ്ട് ടേസ്. അതുകൊണ്ട് മേരിയോദർ കൂടുതൽ വന്നിട്ടുണ്ട് ടേസ്. മൈക്കിളിനെ കൊല്ലാൻ വേണ്ടി കുറേ പേരാണ് ഈ മേരിയോദറിന് ആൾക്കാർ വന്നേക്കണേ. FIBനെക്കാട്ടും കൂടുതൽ. അതിൻ്റെ ഇടയിൽ FIB മേരിയോദർ എന്തോ സീനൊക്കെ ഉണ്ട് ടേസ്. അവന്മാർ അങ്ങോട്ട് തമ്മിൽ വെടിയൊക്കെ ഉണ്ട്. അവന്മാർ തമ്മിൽ വെടി വെച്ച് ചാവട്ടെ, പക്ഷെ നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നാൽ മതി. അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഞാൻ പറയുന്ന കാര്യം ഗൈസ്. മേരിയോദർ FIB എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് അവർ രണ്ടുപേരും തല്ലുപിടിക്കുന്നുണ്ട്. മേരിയോദർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ സ്റ്റീവിനെ ഹെൽപ്പ് ചെയ്യണോണ്ട് ഈ മറ്റേ ഇവനില്ലേ മറ്റേ FIBക്കാർ നമ്മുടെ ടീമായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ കൊല്ലണേ എന്നാൽ തോന്നുന്നേ. അപ്പോൾ FIBക്കാർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ മേരിയോദറിൻ്റെ ടീമാണ്, അതുകൊണ്ടായിരിക്കും മേരിയോദറിനെ കൊല്ലണേ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഒരു മിത്ത് പറഞ്ഞാണ്. ഓക്കെ അടച്ചവിടെ. അയ്യോ ഒതുങ്ങി നിൽക്കണം പൊട്ടി. അടാ ആ ചത്ത് ഡെഡായി നമ്മുടെ അടുത്താണ് ഈ കളി. ഞാൻ എല്ലാത്തിനും തീർക്കട്ടെ. ഞാൻ മിക്കവാറും ഡെഡാവും കേട്ടോ. ഓക്കെ സെറ്റ് നമ്മളൊരു മിസൈൽ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കൊല്ലാനായിട്ടാണ്. അയ്യോ ഉഫ് ഗൈസ് ഇതിൽ പണിയാണ് ഇവിടുന്ന് വെടിവെക്കാൻ. ഞാൻ മിസൈൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ മൈക്കിളിലേക്ക് സ്വിച്ച് അടിക്കുക. ഓക്കെ സെറ്റ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നുണ്ട് മൈക്കിളിലേക്ക്. ഇട്ടായാ ഇതെന്താ സ്വിച്ച് ചെയ്തപ്പോൾ നമ്മൾ ഇട്ടായിന്ന് ആദ്യം തൊട്ടാ എന്താളിയാ. ഞാൻ അവിടെ വരെ ഒന്ന് എത്തട്ടെ ടേസ്. ഓക്കെ ഡിഫൻഡ് ഡേവ് നമ്മളെന്തായാലും ഡേവിൻ്റെ അടുത്തേക്ക് നമ്മൾ സക്സസ്ഫുള്ളി എത്തി. കുറേ കഷ്ടപ്പെട്ടതിന് ശേഷം ചാടാ എടാ എരിഞ്ഞു പോണവൻ. അവൻ ചത്തു ഓൾറെഡി. കുറേ കഷ്ടപ്പെട്ടിട്ട് ഞാൻ മിഷൻ ഫെയിൽഡാക്കി സ്കിപ്പ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. എനിക്ക് കുറേ കളിക്കാണ്ടായിരുന്നു. ഇതേ മറ്റേ ക്ലൗഡ് ഗെയിമിംഗ് ആയതുകൊണ്ട് കളിക്കുമ്പോൾ ഇത്തിരി പാടാവും ഗൈസ്, മനസ്സിലായാ. PC ആണെങ്കിൽ നമുക്ക് ചറവറാന്ന് തീർക്കായിരുന്നല്ലോ എല്ലാത്തിനെയും. ഇതാവുമ്പോൾ ഇത്തിരി പണിയാണ് ഗൈസ്, അതാണ്. അവിടെ ഒരുത്ത നമുക്കിട്ട് പണിയുണ്ട്. അവനെ കൊന്ന് നമ്മൾ എല്ലാത്തിനും കൂടെ കൊല്ലും ഗൈസ്. നമുക്കറിയാലോ നമ്മൾ മാസമാണെന്ന്. ഓക്കെ ഇവിടെ ആയിട്ട് ഇത്തിരി പേരുണ്ട്. ഇവരെയൊക്കെ ഞാൻ ഒന്ന് കൊല്ലട്ടെ. എടാ ഒളിച്ചിരിക്കാണ്, പുറത്ത് പാടാ. എഞ്ചോളി എന്തോരം പേരാടാ, ഇതൊക്കെ മേരിയതിന് ആൾക്കാരാണ്ടാ. ഓക്കെ സെറ്റ് ഈ സ്നൈപ്പർ കൊണ്ട് ഇവനെ തീർക്കട്ടെ. അഞ്ചത്ത് ഓക്കെ നമ്മൾ ട്രവറിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇവന്മാരെ ഞാൻ കൊന്നിട്ടില്ലായിരുന്നു. വേണ്ട വെക്കുമ്പേ ഇങ്ങനെ തലേ കയറി ഇവന്മാർ ഇങ്ങനെ നിരങ്ങാണ്. എന്ത് ചെയ്യാനാണ്, എല്ലാത്തിനും തീർത്തേക്കാന്ന് മിസൈലിട്ട്
ചവട ചവട അടിപൊളി. നമ്മളെ ഫ്രൈഡ് ചിക്കൻ ആക്കിയിട്ടുണ്ട്. മൈക്കിളിലേക്ക് സ്വിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യട്ടെ. ഗോ ടു ദ പാർക്കിംഗ് ലോട്ട്. ലെറ്റ്സ് ഗോ പാർക്കിംഗ് ലോട്ട്. അയ്യോ ഇവിടെ അല്ലേ പാർക്കിംഗ് ലോട്ട്. ഡേവിനെ ഫോളോ ചെയ്ത് പോവാൻ്റെ മൈക്കിളെ. ക്ലൗഡ് ഗെയിമിംഗ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പവർ ചെയ്താണ് എനിക്ക് ഒരു കിടിലൻ PC മേടിച്ചിട്ട് നല്ല ഗെയിം പ്ലേസ് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പൊളിക്കുക ഗൈസ്. ഓക്കെ ചവട സെറ്റ് അൺഡെഡ് ആയിട്ടുണ്ട്. ഗണ്ണ് മറ്റ് നല്ല വിഷയൻ ഗണ്ണമ്മ എടുത്തേനുണ്ട് ഒട്ടക്കൊമ്മളെ. ഓക്കെ ഹൈഡ് ഞാൻ ഇവനൊക്കെ ഒന്ന് തീർക്കട്ടെ. കുറേ പേരുണ്ട് കേട്ടാ. എനിക്കറിയില്ല ഈശുമാരെന്നെ കൊല്ലുമെന്നൊന്നും. നമ്മുടെ മിഷനൊക്കെ ഫെയിൽഡ് ആവും ഗൈസിന്. എന്തോരം പേര് വന്നേക്കണേ എനിക്കറിയില്ല. ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റുമെന്നൊന്നും ഗൈസ്. ഫുള്ള് മേരി എതിർന്ന ആൾക്കാരാ. ഒന്ന് തിരിഞ്ഞാൽ മതി ഗൈസ്. അവന്മാരവിടെ തലയിൽ ഉണ്ടായിട്ടും ഇത് അവിടെ ഒരുത്തൻ നിൽക്കണം. ഇവനെ പോലുള്ള ആൾക്കാരാണ് ഗൈസ് നമ്മളിങ്ങനെ മര്യാദക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത ആൾക്കാർ. മേരി വെതർ ട്രെവർ കാരണം നമുക്കും പണി കിട്ടി. ട്രെവറാണല്ലോ മേരി വെതറിന് പണി കൊടുത്തേ. പക്ഷേ മേരി വെതർ നമുക്ക് പണി തരാൻ തുടങ്ങി. നൈസ് അടിപൊളി. അപ്പോൾ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ സബ് എനിക്ക് അത്യാവശ്യമാണ് ഗൈസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എന്നാലും എനിക്ക് മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തു. എസ്കേപ്പ് ടു മോർണിംഗ് വുഡാണ് ഇങ്ങനത്തെ എന്തോ സ്ഥലമുണ്ട് ഗൈസ്. എന്തൊക്കെ സ്ഥലമുള്ളത്. ഓക്കെ നമുക്കൊന്ന് നല്ല എസ്കേപ്പ് പോയ ഇവിടുന്ന്. പ്രത്യേകം പേര് മോർണിംഗ് വുഡാ. എന്ത് പേര്? ഓ ലൂസ് ദ സെക്യൂരിറ്റി ഹെലികോപ്റ്റർ. ചോപ്പറിനെ മിസൈലെടുത്ത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടാ. ഇവനൊക്കെ ഈസി ആയിട്ട് കൊല്ലേ. കൊല്ല് കറക്റ്റായിട്ട് ആളിയെ നമ്മളെ കൊന്നോൻ. മിഷൻ ഫെയിൽഡ്. എടാ നമ്മളെ കൊന്നു. ഞാൻ മിസൈൽ എടുത്ത് തന്നെ കൊല്ലാൻ വിചാരിച്ചായിരുന്നു. അവൻ നമ്മളെ കൊന്നു. എൻ്റെ ആളി ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. കറക്റ്റ് അവിടെ വെച്ചിട്ട് എല്ലാത്തിനും കൊല്ലാൻ വേണ്ടി നോക്കിയതായിരുന്നു. മിസൈൽ എടുത്തിട്ട് ഞാൻ ചോപ്പറിനെ വെടി വെക്കാൻ പോയാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് വെടി വന്നു. എൻ്റെ ഇനി ആരോട്ട് കളിക്കണം. ഗെയിം എടുത്ത് എന്നാൽ ഇവന് ഒന്ന് എസ്കേപ്പ് അഡ്രൈസ് ഇവിടുന്ന്. ഓക്കെ ഞാൻ എന്തായാലും കടക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി കയറ്. എസ്കേപ്പ് ആടാ അളിയാ. ഇപ്രാവശ്യം അവനെ കൊല്ലണം. ചവട അവനെ അരച്ചളഞ്ഞ. ഓ മൈ ഗോഡ് നമ്മളുടെ ചെറുതായിട്ടൊരു ദുഷ്ടൻ തന്നെ. ഓക്കെ ഇപ്പോൾ തന്നെ വരും. അവനെ ഇപ്രാവശ്യം കറക്റ്റായിട്ട് കൊല്ലണം. ലൂസ് ദ സെക്യൂരിറ്റി ചോപ്പർ. കൊല്ല് മിസൈൽ ഓടിക്കോ. ഉമ്മേ എടാ നമ്മളെ വണ്ടി പൊട്ടി തെറിപ്പിച്ച്. അയ്യോ എടാ നമ്മുടെ വണ്ടി പൊട്ടി തെറിപ്പിച്ചടാ. അയ്യോ വെട്ടി കല്ല്. നമ്മൾ വെറും പാവമാണ്. നമ്മളെ ഒന്നും ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എടാ വെടി വെക്കണ്ടാവൻ നമ്മളാ. എടാ നമ്മുടെ വണ്ടി ഞാൻ കളഞ്ഞ്. നമ്മളിനി എവിടെ നിന്ന് പോവാനാ? ചീറ്റ് കോഡൊന്നും വർക്കാവില്ല മിഷനിൽ. ഇടക്കൊക്കെ ചില മിഷനിലൊക്കെ നീസ് വർക്കാവാ. അയ്യോ എടാ ഓട കൊന്ന്. അയ്യോ ഞാൻ ഈ ഹെലികോപ്റ്റർ എങ്ങനെയൊന്ന് പൊളിക്കട്ടെ. ഓക്കെ സെറ്റ് അടിപൊളി നമ്മൾ പൊളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടി പോയിട്ട് ഞാൻ ഓഫ് റോഡ് ബൈക്ക് അടിച്ചിട്ട് പോട്ടെ ഇവിടെ നിന്ന്. എടാ ചീറ്റ് കോഡ് വർക്ക് ചെയ്യില്ലാന്ന്. എടാ നമ്മുടെ വണ്ടിയാണ് ഇവിടെ പൊട്ടി തെറിച്ച് പോയാൽ മരം ഇടിച്ചിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവിടെ ചെന്ന് ചീറ്റ് കോഡും വർക്ക് ചെയ്യില്ല. ഇനി നമ്മളിവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് പോവാനാ? എടാ എനിക്ക് ടെൻഷനായി. ഓ നമ്മൾ തിരിച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. വെടിയുണ്ട്. എടാ ഇവിടെ ഒരു വണ്ടിയുണ്ട്. കയറ്. അയ്യോ വെടികിട്ടി. ഓട. അയ്യോ ഇക്കളേ. ചാവില്ലടാ. കരിഞ്ഞു പൈസ വണ്ടി. ഓഫ് നമ്മൾ സക്സസ്ഫുള്ളി ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി. എന്തോരം പേരാണ് വന്ന്. FIB IAA പിന്നെ മേരി ബദറും കൂടി വന്ന് വരാൻ നേരത്തെ എല്ലാവരും ഒപ്പമാണ് വന്നത്. അടിപൊളിയായിരുന്നു റാപ്പപ്പ്. ഓഫ് മിഷൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മിഷനല്ലേ. ഇന്ന് പൊളിഞ്ഞ് ഞാൻ ഡെഡാവുമെന്ന് വിചാരിച്ചു ഞാൻ. ഒയ്യോ എടാ സ്റ്റീവ് എസ്കേപ്പ് ആയി. എനിക്കറിയില്ല ഡേവി മറ്റേ ട്രെവർക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആയാന്ന്. പാവം ഡേവിക്കാം.
ഡേവി നേരത്തെ എസ്കേപ്പ് ആയി ഞാൻ കണ്ടു. ആ വണ്ടി എടുത്ത് പോയി. പിന്നെ സ്റ്റീവിൻ്റെ അസിസ്റ്റൻറ്റ് സ്റ്റീവിനെ ചെന്ന് ചതിച്ചതൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. ട്രെവർ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ എനിക്കറിയില്ല. ഡേവി അവിടെ നിന്ന് കാറെടുത്ത് നമ്മളെ കൂട്ടേണ്ട എസ്കേപ്പ് ആയി നേരത്തെ. അടിപൊളി. നമ്മളെങ്ങനെ എസ്കേപ്പ് ആണെന്ന് വിചാരിച്ചാൽ അവൻ എസ്കേപ്പ് ആയേ. ട്രെവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയിരുന്നു എനിക്കറിയില്ല. നമുക്കൊന്ന് നേരം അങ്ങോട്ടേക്ക് പോകാം. ആരെ കാണാനാണ് പോകണമെന്ന് എനിക്കറിയില്ല. ഒരു സ്ഥലത്തേക്ക് നമുക്ക് നേരം പോവാം. ഓക്കെ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഇടവഴിയിലേക്ക്. ഓക്കെ പോടാ. ഈ ഇടവഴിയിലുണ്ട. ഓക്കെ ഇവിടെ ട്രെവർ നിൽക്കണ്ടിട്ട്. ട്രെവർ എസ്കേപ്പ് ആയിരുന്നു നേരത്തെ. ട്രെവർ മച്ചാൻ. ഓക്കെ സിനിമാറ്റിക് മോഡ്. ട്രെവറും മൈക്കിളും അത്ര കൂട്ടില്ല. നിങ്ങൾക്കറിയാലോ ട്രെവറിന് ആകെ ഷോക്കായി പോയി ബ്രാഡിനെ കണ്ടപ്പോൾ. ബ്രാഡ് മറ്റേ മൈക്കിളിൻ്റെ സ്ഥലത്ത് ബ്രാഡിനെ കണ്ടപ്പോൾ ട്രെവറിനാകെ പ്രാന്ത് പിടിച്ച് മൈക്കിൾ ഇത്ര നല്ല പറ്റിച്ചുകൊണ്ടിരിക്കാനുള്ള രീതിയിൽ. അതുകൊണ്ട് രണ്ടുപേരും നല്ല പണിയിലാണ്. രണ്ടുപേരും നല്ല തല്ലുകൊടുത്തതിലാണ് ഈസ്. ഓക്കെ സെറ്റ്. അവിടെ എനിക്കറിയില്ല ഇട്ടുമാർ തമ്മിൽ തല്ലുപിടിക്കുന്നു. ഓക്കെ രണ്ടുപേരും തല്ലു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈസ്. അടിപൊളി. ഓക്കെ സീനാണ്. ഈശുമാർ വീണ്ടും വഴക്കൂടെയാണോ എനിക്കറിയില്ല കേട്ടാ. ഓക്കെ ഇപ്പം ട്രെവർ പറയുന്നത് മൈക്കിൾ നിന്നാരെയും കൊല്ലണമെങ്കിൽ അത് ഈ ട്രെവറായിരിക്കും. വേറെ ആരും നിന്നെ കൊല്ലാൻ സമ്മതിക്കില്ലാണ് ഈസ് പറയണേ. ഇപ്പോഴും ട്രെവർ അങ്ങനെ തന്നെയാണ് ഈസ് പറയണേ. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവന്മാരുടെ സംസാരം കേൾക്കാം എന്താണ് ഉണ്ടാവുക. ഓക്കെ ലെസ്റ്ററിനെ വിളിക്കാൻ പറയുന്നുണ്ട് ട്രെവർ. സ്പീക്കർ ഫോണിലിടാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഇതായിരിക്കും ലെസ്റ്റർ. ഓക്കെ യൂണിയൻ ഡിപ്പോസിറ്റ് അടിക്കാനാണ് കേട്ടോ. ഓൾഡ് ഫ്രണ്ട് ട്രെവർ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇപ്പം ഇവർ ലാസ്റ്റായിട്ട് ഈ പരിപാടി ചെയ്യും ഗീസ്. ഓക്കെ അതാണ്. ഓക്കെ ഇത് ഹിസ്റ്ററിയാണ് ഗീസ്. വി വിൽ മേക്കിംഗ് ഹിസ്റ്ററി. പൊള്ളിയായിരിക്കും ഗൈസ്. സീൻ വി വിൽ മേക്കിംഗ് ഹിസ്റ്ററി. നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം. മറ്റേ സംസാരം എല്ലാം മനസ്സിലായിട്ടുണ്ട് കേസ്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് കഴിയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓളൊക്കെ കിട്ടാനാണ് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ആൻഡ് 1K ലൈക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ്. റോഡ് ടു 1K സബ്സ്ക്രൈബ് ആണ്. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കണം ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ചിലപ്പോൾ വേറെ കുറേ മിഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആയിട്ട് തന്നെ എല്ലാം തുറങ്ങും. ബൈ ഗൈസ്.